ഡൽഹി AKG ഭവനിൽ ഒളിച്ചിരുന്ന ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കയറി. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. CPMന്റെ ഒരു ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ കയറിയാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പേടിച്ച സ്വന്തം മുട്ടുകാലുകൾ കൂട്ടിയിടിച്ച കേരള പോലീസെ കാണൂ. ഇതാ ഡൽഹി ഭരിക്കുന്ന ആൺപിള്ളേരുടെ കഴിവ്, അമിത്ഷായുടെ കഴിവ്. JNU ആൾക്കൂട്ട ആക്രമണത്തിൽ ഡൽഹിയിലെ AKG ഭവനിൽ സധൈര്യം കയറി പ്രതികളെ പിടികൂടിയ വാർത്തയിൽ പ്രതികരിച്ചിരിക്കുകയാണ് മുൻ സൈനികൻ കൂടിയായ ഭാസ്കരൻ നായർ അജയൻ. അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഡൽഹിയിലെ AKG ഭവനിൽ പോലീസ് കയറി ഒളിച്ചിരുന്ന പ്രവർത്തകയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അവസാനം യൂണിഫോം ഇട്ട് അറസ്റ്റ് ചെയ്യാൻ വരൂ എന്ന ജോൺ ബ്രിട്ടാസ് MP-യുടെ ദയനീയ കരച്ചിലിൽ മനം നൊന്ത് ആ 2 പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോം ഇട്ട് ഉടൻ തിരിച്ചു വരാമെന്ന് ചൊല്ലി മടങ്ങിപ്പോയി. എത്ര പേർ? വെറും 2 പോലീസ് ഉദ്യോഗസ്ഥർ, അതിൽ ഒരാൾ വനിതാ പോലീസ്. ടിവിയിലൂടെ, അതും കൈരളി ടിവിയിലൂടെ ജനലക്ഷങ്ങൾ നേരിട്ട് കണ്ട കാര്യമാണ്. ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല കണ്ടു പഠിക്കുക. വെറും ഒരു ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ കയറിയാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞ് മിണ്ടാതിരുന്ന, ഒളിച്ചിരുന്ന അങ്ങ്, കൂടാതെ അങ്ങയുടെ DGP ഒക്കെയുള്ളവർ ഈ സംഭവം കണ്ടു കാണുമല്ലോ അല്ലേ? നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. 2021 JNU ആൾക്കൂട്ട ആക്രമണ കേസിൽ പ്രതിയായ അന്നത്തെ JNU ചെയർമാനും SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമായ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനായി CPM അഖിലേന്ത്യാ ഓഫീസായ AKG ഭവനിൽ ഡൽഹി പോലീസ് എത്തി. സ്വകാര്യ വാഹനത്തിൽ യൂണിഫോം ധരിക്കാതെയാണ് ഒരു വനിതാ പോലീസ് എത്തിയത്. വർഷങ്ങൾക്ക് മുൻപുള്ള കേസിൽ അറസ്റ്റ് ചെയ്യണമെന്നറിയിച്ചാണ് പോലീസ് എത്തിയത്. എന്നാൽ ഔദ്യോഗിക രേഖകളില്ലാതെ ഐഷിയെ അറസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലെന്നും ഔദ്യോഗിക യൂണിഫോം ധരിച്ചു വരണമെന്നും ഇതൊരു അഖിലേന്ത്യാ പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റി ഓഫീസാണെന്നും CPIM MP-മാർ അറിയിച്ചതോടെ പോലീസ് പിൻവാങ്ങുകയായിരുന്നു. CPM അഖിലേന്ത്യാ ഓഫീസിൽ വന്ന ഈ 2 ഉദ്യോഗസ്ഥരെ തടയാനും അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് അവിടെ കൂടിയിരുന്ന ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർക്ക് ധൈര്യമുണ്ടാകാത്തത്? ശബരിമല യുവതീ പ്രവേശന സമയത്ത് ഭക്തജനങ്ങളെ യൂണിഫോം ഇല്ലാത്ത പോലീസുകാർ ആക്രമിക്കുന്നതും 2 വീലറുകൾ അടിച്ചു പൊട്ടിക്കുന്നതും കണ്ടു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം നടത്തുന്ന പോലീസുകാർക്കും യൂണിഫോമോ നെയിം പ്ലേറ്റോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ ഇവർക്കൊക്കെ എല്ലാ പേപ്പറുകളും യൂണിഫോമും ഒക്കെ വേണമല്ലേ? അവസാനമായി അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരുടെ ദേഹത്തോ ഈ വനിതാ ഉദ്യോഗസ്ഥരുടെ മേലോ ഒരു പിടി മണ്ണെങ്കിലും വീണിരുന്നുവെങ്കിൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ തടവി വൈദ്യർക്ക് പണി കൂടുമായിരുന്നു. തിണ്ടമിടുക്കു കാണിക്കാൻ അറിയുന്നവർ നല്ല 56 ഇഞ്ചുള്ള ആൺപിള്ളേരെ കണ്ടാൽ മതിൽ ചാടി ഓടുന്ന പതിവ് ഇവിടെയും തെറ്റിച്ചില്ല. അപ്പോൾ ആൺപിള്ളാരാണ് ഡൽഹി ഭരിക്കുന്ന സഖാവ് C ദിവാകരൻ പറഞ്ഞത് ശരിയാണല്ലേ? ഭാസ്കരൻ നായർ അജയൻ എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അദ്ദേഹം അവസാനിപ്പിച്ചത്. നിരവധി കമന്റുകളാണ് അതിനിടയിൽ വന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ടാണ് പലരും രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.